എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 വരെ LBSന്റെ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. കാരണം വിവിധ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ള ലിങ്ക് കാണാം. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജ് വഴിയാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയ്ക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് BSc നഴ്സിംഗ് കൂടാതെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. BSc MLT, BSc ഡയാലിസിസ് ടെക്നോളജി, BCVT, അതുപോലെ BA SLP, ഇതുപോലെ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കോഴ്സുകൾ അറിയാനായിട്ട് ആ ഒരു കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ഗവൺമെൻറ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസ് റിലീസ്, ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ള ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ കോഴ്സിൻ്റെയും യോഗ്യത സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 7 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ജനറൽ വിഭാഗത്തിന് 800 രൂപയും SC/ST വിഭാഗത്തിന് 400 രൂപയുമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വിവിധ ഡോക്യുമെൻറ്റുകളുടെ സ്കാൻ ചെയ്ത കോപ്പികളാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്നുള്ളിടത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ അപേക്ഷാ സമർപ്പണ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ കോമൺ ആയിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. SSLC സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. എല്ലാത്തിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പിയാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ അത് SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി SSLC സർട്ടിഫിക്കറ്റിൽ അതില്ല എങ്കിൽ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST അല്ലാത്ത വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ജനറൽ അല്ല എങ്കിൽ വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ, അതായത് നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും SC/ST വിഭാഗത്തിൽ ഉള്ളവർ ആണ്, ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവർ ആണെങ്കിൽ അവരുടെ മക്കൾക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നൽകുന്നത്. അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ വിവിധ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, സ്പോർട്സ് കോട്ടയിൽ റിസർവേഷൻ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ്, EWS വിഭാഗത്തിലുള്ളവർ EWS സർട്ടിഫിക്കറ്റ്, PWD വിഭാഗത്തിലുള്ളവർ ആ ഒരു PWD റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അല്ലെങ്കിൽ NCC കോട്ടയിൽ റിസർവേഷൻ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്. എന്നാൽ സ്പോർട്സ് കോട്ടയിലും അതുപോലെ NCC കോട്ടയിലും റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപേക്ഷ സമർപ്പിച്ച ശേഷം ഈ ഒരു ജൂൺ 7 മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്, അതായത് ഏകദേശം NCCയുടേത് അതുപോലെ തന്നെ സ്പോർട്സിൻ്റേത് എന്നിവയുടെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏതിലാണ് അപേക്ഷ അയക്കേണ്ടത് എന്നുള്ള, അതായത് അപേക്ഷയുടെ കോപ്പി അയക്കേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് അത് ഈ ഒരു നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് അതിലാണോ എന്ന് ഓർമ്മയില്ല. അതുപോലെ അപേക്ഷ സമർപ്പണ നിർദ്ദേശത്തിലാണോ എന്നറിയില്ല. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിലും NCC കോട്ടയിലും ഓപ്ഷൻ വെക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് അതിൽ ഓപ്ഷൻ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് അയക്കേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്രയും ആണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ സ്കാൻ ചെയ്ത കോപ്പികളാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ +2വിൻ്റെ മാർക്ക് ഷീറ്റ്. അപ്പോൾ മാർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +2വിൻ്റെ മാർക്ക് ഷീറ്റ് ചില വിദ്യാർത്ഥികൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് പരീക്ഷ എഴുതി വീണ്ടും
സേ പരീക്ഷയൊക്കെ എഴുതി ജയിച്ച വിദ്യാർത്ഥികളായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും അതായത് ഇതുവരെ എഴുതിയിട്ടുള്ള പരീക്ഷയുടെ റിസൾട്ടിൽ, അതായത് നിങ്ങളിപ്പോൾ +2 പരീക്ഷ എഴുതിയിട്ടായിരിക്കും ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു തോറ്റ സബ്ജക്റ്റ് ജയിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ ആ ഒരു മെയിൻ സർട്ടിഫിക്കറ്റ് +2-ൻ്റേത് ഉണ്ടാവും. അപ്പോൾ ആ ഒരു 2 സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട്, ജയിച്ച മാർക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ടുള്ളത് 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷനാണ്. രണ്ടാമത്തേത് ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് ഒന്നുകിൽ ഓൺലൈനായിട്ട് അടക്കാം, അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ചലാൻ മുഖേന ഫീ പേയ്മെൻറ്റ് അടക്കാം. ബാങ്ക് വഴി അടക്കുകയാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമേ ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു ബാക്കി രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ബാക്കി സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ലിങ്ക് ആ ഒരു ലോഗിൻ പേജിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ +2-ൻ്റെ മാർക്ക് ഡീറ്റെയിൽസ്, അതുപോലെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ എന്നിങ്ങനെ വിവിധ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യമുണ്ടാവും. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്കാൻ ചെയ്ത കോപ്പി മാറിപ്പോയത് കൃത്യമായിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള, അതായത് നേറ്റിവിറ്റിക്ക് ചില വിദ്യാർത്ഥികൾ മുമ്പൊക്കെ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറിയാതെ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിനൊക്കെ, അതായത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ഡോക്യുമെൻറ്റും PDF ആക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ള പേര് കൊടുക്കുക. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് അത് മാറിപ്പോവാതെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ്, അതായത് നേറ്റിവിറ്റിക്ക് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്, +2 റിസൾട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഇതുപോലെ വിവിധ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ NRI കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം NRI സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ വിസ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളും സ്പോൺസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ്. അത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു 3rd സ്റ്റെപ്പിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ കൊടുത്തത്, തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അപേക്ഷ അവസാനിക്കുന്ന സമയത്തായിരിക്കും, അതായത് ഈ ഒരു ജൂൺ 7-ാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ LBS സെൻറ്ററിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുകയും അങ്ങനെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാനും പറ്റുന്നതാണ്. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി, അതായത് താൽക്കാലികമായിട്ട് നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്ഷൻ പീരീഡിൽ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റുകളോ തെറ്റായിട്ടുള്ള വിവരങ്ങളോ തിരുത്താനുള്ള അവസരമുണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ ആ ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്തോ നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്റും കാര്യങ്ങളും പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിങ്ങൾക്ക് അറിയിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ വെക്കാനുള്ള അവസരം ലഭ്യമാവുകയും ചെയ്യും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ അലോട്ട്മെൻറ്റുകൾ വരികയും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമായിരിക്കും.
അതിനുശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ വന്ന ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ 25,000 രൂപയും ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ ഏകദേശം 23,150 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കോഴ്സുകൾക്ക് ഫീസ് 23,000 സംതിങ്ങിനേക്കാൾ കുറവായിട്ടാണ് വരുന്നത്. സെൽഫ് ഫിനാൻസിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കുകയും ബാക്കി പൈസ അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടും വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നഴ്സിംഗിനാണെങ്കിൽ ഏകദേശം 1,20,000 രൂപ ഒരു വർഷം ഫീസ് ഇനത്തിൽ ചിലവാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഏകദേശം നിങ്ങൾ 80,000 രൂപ അടക്കേണ്ടതായിട്ട് വരും. ഓൾറെഡി 25,000 രൂപ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ബാക്കി 80,000 രൂപയും അതുപോലെ മറ്റ് ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ജൂൺ 7 നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.